എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റോറസാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ബീച്ചുണ്ട്, ആ ബീച്ച് കാണാൻ നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് സഫു. ആക്ച്വലി സത്യമാണ്, ആ ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇതല്ല ബീച്ച്. ഇതാ ബീച്ചിന്റെ ഒരു സിസ്റ്റർ ബീച്ചാണ്, അല്ലെങ്കിൽ ഒരു ഡോട്ടർ ബീച്ച്. വഴി തെറ്റിയാൽ നമുക്ക് അങ്ങനെയും വിളിക്കാം. ഞാൻ പറഞ്ഞതാ ഈ ബീച്ച് മതിയെന്ന്, പക്ഷെ പറ്റത്തില്ല. പുള്ളിക്കാരിക്ക് മദർ ബീച്ചിൽ തന്നെ പോണം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞ് മദർ ബീച്ച് തേടിയുള്ള യാത്രയായി. ദിശ തപ്പി പോവാണ്, ദിശയില്ലാതെ. ഏതെങ്കിലും സ്ഥലത്തോട്ടൊക്കെ വിളിച്ചോണ്ട് വന്നോളൂ. ഇത് തന്നെ ഇതുവഴി കാട്ടിലൂടെ എവിടെ തന്നെ രാവിലെ വന്നത് കാര്യമായി. രാത്രിയിലെങ്കിലും ബീച്ച് കണ്ടുപിടിക്കും. സ്വച്ഛ് സ്വീഡന്റെ ഭാഗമായി ബീച്ചിൽ പോകുന്ന വഴിയൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ആക്ച്വലി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആ ബീച്ചിൽ വന്നത് നല്ല പ്ലാൻഡ് ആയിട്ടായിരുന്നു. കുട്ടിയും പട്ടിയും ബീച്ച് വെയറും വാട്ടർ ബോട്ടിലും സ്നാക്സും ബീച്ച് മാറ്റും ഫ്ലിപ്പ് ഫ്ലോപ്പും വാട്ടർ ഷൂസും ബുക്സും മാഗസിൻസും ഒക്കെ ആയിട്ട് നല്ല പ്ലാൻഡ് ആയിട്ടായിരുന്നു ആൾക്കാർ വന്നിരുന്നത്. ഞങ്ങൾ 2 കൈയും വീശിയായിരുന്നു പോയത്. കപ്പലിന്റെ പോലും ഇല്ലാത്ത ആ കടൽക്കരയിൽ ഞങ്ങൾക്കും ഫുഡ് കിട്ടി. എങ്ങനെയാണെന്നല്ലേ, ബ്ലൂബെറിയുടെ രൂപത്തിൽ വൈൽഡ് ബ്ലൂബെറീസ്. അതാണ് ഞാൻ ഈ വഴിയിലിരുന്ന് പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ബ്ലൂബെറിയും കുറിച്ചുകൊണ്ട് ആ വഴിയിലൂടെ നടന്നു. ഇതാണ് നമ്മൾ തേടി നടന്നിരുന്ന മദർ ബീച്ച്. ഈ സ്വീഡനിൽ വന്നിട്ട് ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആർ യു എ ബീച്ച് പേഴ്സൺ ഓർ എ മൗണ്ടൻ പേഴ്സൺ? എനിക്കൊരു സെക്കൻഡ് തോട്ട് പോലും ഉണ്ടാകത്തില്ല ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ. ഐ എം എ ബീച്ച് പേഴ്സൺ. അതായത് മൊത്തത്തിൽ വെള്ളത്തിൽ നല്ല കോൺഫിഡൻസിൽ വെള്ളത്തിൽ ഇറങ്ങിയ ഞാൻ പുറകിൽ നിന്നൊരു ശരി കേട്ടു. നീന്തൽ അറിയാലോ അല്ലേ? ആ കുട്ടിക്ക് നീന്തൽ അറിയാ. സത്യം പറയാലോ, കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് നീന്താൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. എല്ലാം കഴിഞ്ഞ് ഇത് നമ്മൾ ബസ് കാത്തിരുന്ന ലൈബ്രറിയാണേ, സോറി ബസ് സ്റ്റോപ്പ്. ബുക്കൊക്കെ മറിച്ച് നോക്കിയപ്പോൾ അത് സ്വീഡിഷിലായിരുന്നു. അതുകൊണ്ട് വായന നടന്നില്ല. അതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ ഞാൻ വായിച്ചേനെ. ബീച്ചിൽ നിന്നപ്പോൾ സഫു പറഞ്ഞു തന്തൂരി കഴിക്കണമെന്ന്. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഇതൊരു നല്ല തീരുമാനമായിരുന്നോ മോശം തീരുമാനമായിരുന്നോ എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്തായാലും ഓർഡർ ചെയ്ത ഫുഡ് കുറച്ചധികം ഉണ്ടായിരുന്നോണ്ട് പിറ്റേ ദിവസത്തെ ലഞ്ചും ഡിന്നറും അതിൽ തന്നെ. സത്യത്തിൽ ഞാൻ ഡയറ്റിലായിരുന്നു. എന്തായാലും ഡയറ്റ് മൊത്തം കോളമായി. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് തന്തൂരി ആയിരുന്നോ അതോ കറി എടുത്ത് വറുത്തോണ്ട് വന്നതാണോ? പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ലാം കറി ഓർഡർ ചെയ്തായിരുന്നു, അത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊത്തു പൊറോട്ടയായിരുന്നു. അപ്പോൾ ആ വിശേഷം അത്രേ ഉള്ളൂ.